Assalamu alaikum. Hello dear students. So we are learning our fourth chapter, metals, and in the last class we have discussed about what are the characteristics possessed by the minerals that are used for the extraction of metals. അപ്പോൾ ഒരു മെറ്റൽസ് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നു അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഒരു ഓറിൽ നമ്മൾ കുറേ മിനറൽസ് ഉണ്ട്. ഫോർ എ മെറ്റൽ ദർ ആർ സോ മെനി മിനറൽസ് വി ഗെറ്റ് ഫ്രം ദ എർത്ത് ക്രസ്റ്റിൽ നിന്ന് നമുക്ക് ഒരു മെറ്റൽസിൻ്റെ പല മിനറൽസ് കിട്ടുന്നു. സോ ഫ്രം ദിസ് മിനറൽസ് വി സെലക്ട് ദ അപ്രോപ്രിയേറ്റ് വൺ. ഈ ഒരു കുറേ മിനറൽസിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും അല്ലേ. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ്? ചില കണ്ടീഷൻസ് ഉണ്ട്. ദർ ആർ സർട്ടൻ കണ്ടീഷൻസ് ഫോർ ദ സെലക്ഷൻ ഓഫ് എ മിനറൽ ഫ്രം എ മെറ്റൽ. അതായത് നമ്മൾ ഒരു മിനറൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനെന്താ ഉണ്ട്? കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സോ വി ക്യാൻ ചെക്ക് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ്. എന്തൊക്കെയാണ് ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ നമ്മൾ എന്താണ് പറഞ്ഞത്? അതായത് നമ്മളൊരു മിനറൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അല്ലെങ്കിൽ എർത്ത് ക്രസ്റ്റിൽ നമുക്ക് ഒരുപാട് മിനറൽസ് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അപ്രോപ്രിയേറ്റ് ഉള്ള ഒരു മിനറലാണ് എടുക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ദ അലൂമിനിയം ഇസ് എ മെറ്റൽ ആൻഡ് ദ ഓർ ഓഫ് ദ മെറ്റൽ ഈസ് ബോക്സൈറ്റ്. അലൂമിനിയത്തിൻ്റെ ഓർ എന്ന് പറയുന്നത് ഏതാണ്? ബോക്സൈറ്റ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ബോക്സൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓറിനെ സെലക്ട് ചെയ്യുമ്പം ആ ഓർ എന്ത് ചെയ്യണം? ചില കണ്ടീഷൻസ് ഒബേ ചെയ്യണം. ദർ ആർ സർട്ടൻ കണ്ടീഷൻസ് വിച്ച് ഇറ്റ് ഒബേ. ഓക്കെ, സോ വാട്ട് ആർ ദ കണ്ടീഷൻസ്? അബണ്ടൻസ് അല്ലേ. അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ഈസിലി അവൈലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ധാരാളം ഉള്ളതായിരിക്കണം. ദ സെക്കൻഡ് വൺ ഈസ് ഈസിലി ആൻഡ് ചീപ്ലി സെപ്പറബിൾ. എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് വളരെ പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ആൻഡ് ദ തേർഡ് വൺ ഇസ് ലോ പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പം ഒരുപാട് കൂടാൻ പാടില്ല. അതിൻ്റെ എക്സ്പെൻഡിച്ചർ, അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല? കൂടാൻ പാടില്ല. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് വൺ ഹൈ മെറ്റൽ കണ്ടൻറ്റ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന മിനറലിൽ എന്ത് കാണണം അല്ലേ? എന്ത് കാണണം? അതിനകത്ത് ഹൈ മെറ്റൽ കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം. സോ ദീസ് ആർ ദ കണ്ടീഷൻസ് വെൻ വി ടേക്ക് കെയർ വി സെലക്ട് എ മിനറൽ ഫ്രം ദ മെറ്റൽ. ഓക്കെ, so a mineral from which a metal is economically, easily and quickly extracted is called ore of the metal. ആ മെറ്റലിൻ്റെ ഓർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്? വാട്ട് ആർ ദ കണ്ടീഷൻസ് ദാറ്റ് വിച്ച് ദേ ഒബേ? എന്തൊക്കെ കണ്ടീഷൻസ് ആയിരിക്കണം? എക്കണോമിക്കലി എക്കണോമിക്കലി, അതുപോലെ തന്നെ ഈസിലി, ക്വിക്കിലി ഒക്കെ എന്താവണം? അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ നമ്മൾ എന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ? ആ ഒരു മെറ്റലിൻ്റെ ഓറാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ മെറ്റലർജി പ്രോസസ്. മെറ്റലർജി പ്രോസസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഇൻ ദ മെറ്റലർജി പ്രോസസ് ദർ ആർ 3 steps ഇൻവോൾവ്ഡ് in the metallurgy process. What are the 3 steps? The first one is concentration of ores. Okay, the second one is extraction of metal from the concentrated ore. The third one is refining of metals. So before that we have to discuss about what is metallurgy. Okay, എന്താണ് metallurgy എന്നുള്ളത് നമുക്ക് നോക്കാം. So metallurgy involves all the process that leading to the separation of a pure metal from its ore. അതായത് നമ്മൾ പറഞ്ഞു, ഒരു ഓറ് നമ്മൾ കുറേ മിനറൽസിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഓറിനെ സെലക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഓറിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യുന്നുള്ള കണ്ടീഷൻസൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ മെറ്റലർജി പ്രോസസ്സിൽ എന്താണ് നടക്കുന്നത്? ദ സെപ്പറേഷൻ ഓഫ് എ പ്യോർ മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ. അതിൻ്റെ ഓറിൽ നിന്ന് എന്ത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം? അതിൻ്റെ പ്യോർ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം അല്ലേ. സോ ഫ്രം ദ ഓർ we extract the pure metal. ഈ ഓറിൽ നിന്ന് നമുക്ക് ഈ ഓറിൻ്റെ രൂപത്തിലായിരിക്കും ഫ്രം ദ എർത്ത് ക്രസ്റ്റ് വി ഗെറ്റ് ദ മെറ്റൽ ഇൻ ദ ഫോം ഓഫ് ഓറിൻ്റെ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. സോ ഫ്രം ദിസ് ഓർ വി എക്സ്ട്രാക്ട് ദ പ്യോർ മെറ്റൽ. ഓക്കെ, സോ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് പ്യോർ മെറ്റൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ഫ്രം ദ ഓർ വി എക്സ്ട്രാക്ട് ദ പ്യോർ മെറ്റൽ. സോ അങ്ങനെ നമ്മൾ ഓറിൽ നിന്ന് പ്യുവർ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട്. ഡയറക്റ്റായിട്ട് പെട്ടെന്ന് ചെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ ഓറിൽ നിന്ന് നമുക്ക് ആ പ്യുവർ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇൻ ദിസ് മെറ്റലർജി പ്രോസസ് ദർ ആർ സർട്ടൻ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ്. ചില സ്റ്റെപ്സുകളുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഓറിൽ നിന്ന് നമ്മൾ ആ പ്യുവർ ആയിട്ടുള്ള മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? സോ ദർ ആർ സർട്ടൻ സ്റ്റെപ്സ് ബിഹൈൻഡ് ഇറ്റ്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഇസ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. അപ്പോൾ എന്താണ് മെറ്റലർജി പ്രോസസ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് മെറ്റലർജി പ്രോസസ്? Metallurgy involves all the process leading to the separation of the ore from its pure metal. And there are 3 important stages in the metallurgy process.
അതിൽ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സ്റ്റെപ്സ് ഉണ്ട്. അങ്ങനെ അതിൽ നമുക്ക് ഓറ് കിട്ടുന്നു, ആ ഓറിൽ നിന്ന് പ്യുവർ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തുണ്ട്, അതിനകത്ത് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. അപ്പോൾ ഓറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് കോൺസെൻട്രേറ്റഡ് ചെയ്തെടുക്കുന്നു, അതായത് അയിരിൻ്റെ സാന്ദ്രണം എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്താണ്, ഓറിൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്, ആ അയിരിൻ്റെ സാന്ദ്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ തന്നെ കുറേ സബ് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതിൽ കുറേ സബ് സ്റ്റെപ്സ് ഉണ്ട്, നമുക്കത് പഠിക്കാം. ഓക്കെ, സോ ദ കോൺസെൻട്രേഷൻ ഓഫ് ഓസ് ഇൻവോൾവ് certain sub-steps. So the first one is levitation or hydraulic washing. The process of removing impurities. Impurities ne nammal വേറൊരു പേരിൽ പറയും gang. Okay, impurities are otherwise called what? Gang. ഇമ്പ്യൂരിറ്റീസിൻ്റെ മറ്റൊരു പേരാണ് ഗ്യാങ് എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഫുള്ള് ഗ്യാങ് എന്നായിരിക്കും പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് തോന്നാൻ പാടില്ല. ദ ഇമ്പ്യൂരിറ്റീസ് ഇസ് അതർവൈസ് കോൾഡ് വാട്ട്? ഗ്യാങ്. ഓക്കെ, സോ ദ മെറ്റലർജി പ്രോസസ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് കോൺസെൻട്രേഷൻ ഓഫ് ഓസ്. ദ പ്രോസസ് ഓഫ് റിമൂവിങ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം ദ ഓർ ഒബ്റ്റൈൻഡ് ഫ്രം ദ എർത്ത് ക്രസ്റ്റ് ഇസ് ടേംഡ് ആസ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. അപ്പം നമുക്ക് എർത്തിൽ നിന്ന് കിട്ടുന്ന ഓറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് ആ ഓറിൽ നമുക്ക് എന്ത് എക്സ്ട്രാക്ട് ചെയ്യണം, പ്യുവർ മെറ്റൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം, അല്ലേ? സോ ദ പ്രോസസ് ഓഫ് റിമൂവിങ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം ദ ഓർ ഒബ്റ്റൈൻഡ് ഫ്രം ദ എർത്ത് ക്രസ്റ്റ്. നമുക്കറിയാം, ഫ്രം ദ എർത്ത് ക്രസ്റ്റ് വി ഗെറ്റ് ദ മെറ്റൽ ഇൻ ദ ഫോം ഓഫ് ഓർ. അപ്പം നമുക്ക് എർത്ത് ക്രസ്റ്റിൽ നിന്ന് മെറ്റൽ എങ്ങനെയാണ് കിട്ടുന്നത്, ഓറിൻ്റെ ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓറിനകത്ത് എന്ത് കാണും, ദ ഓർ കണ്ടെയ്ൻസ് ഇമ്പ്യൂരിറ്റീസ്, അല്ലേ? ഓറിനകത്ത് എന്തുണ്ടാവും, ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫസ്റ്റ് നമുക്ക് മെറ്റലിനെ അല്ല നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മെറ്റലിനെ അല്ല നമുക്ക് പ്യൂരിഫൈ ചെയ്യേണ്ടത്, ആ ഓറിനെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഓറിനെ നമുക്ക് എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഉള്ള ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണം. വി വാണ്ട് ടു ഇംപ്രൂവ് വി വാണ്ട് ടു എന്താണ്, remove the impurities or the gang from the ore. So that is the steps involved in the concentration of ore. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓർ നമ്മൾ പല പല സ്റ്റെപ്സുകളിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്താണ്, നമ്മൾ ആ ഓറിൽ നിന്നുള്ള ഇമ്പ്യൂരിറ്റീസിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ റിമൂവ് ചെയ്യുന്നു, അല്ലേ? ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ഓർ ആൻഡ് ദ ഇമ്പ്യൂരിറ്റീസ്. അപ്പം നമ്മളുടെ ഓറിൻ്റെയും ഇമ്പ്യൂരിറ്റീസിൻ്റെയും നേച്ചർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നിനും എന്താ ചെയ്യുന്നത്, പല പല ഇതാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഓസ് ആൻഡ് ദ ഇമ്പ്യൂരിറ്റീസ് ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കോൺസെൻട്രേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുന്ന പല പല മെത്തേഡ്സ് ഉണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് ഓർ, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സബ് സ്റ്റെപ്സുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ഓറിൻ്റെ പല ഓറിസിനും എന്തായിരിക്കും, ഈച്ച് ഓസ് ഹാസ് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ ഓറിനും എന്താണ്, പല പല ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്, അല്ലേ? അപ്പോൾ ആ ഓരോന്നിൻ്റെയും ഇമ്പ്യൂരിറ്റീസിൻ്റെ ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ ഓറിൻ്റെ ക്യാരക്ടർ എന്താണ്, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പല പല സ്റ്റെപ്സുകളാണ് അല്ലെങ്കിൽ പല പല മെത്തേഡ്സ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. വി അഡോപ്റ്റ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ഓർ, അല്ലേ? ഓറിൻ്റെ പ്യൂരിഫിക്കേഷൻ നമ്മൾ പല പല സ്റ്റെപ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. അപ്പം കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ നമ്മൾ പ്രധാനമായിട്ട് എന്താണ് ചെയ്യുന്നത്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ? ഓറിൻ്റെ എന്താണ് അതിൽ ചെയ്യുന്നത്, വി റിമൂവ് ദ ഇമ്പ്യൂരിറ്റീസ് ഫ്രം ദ ഓർ. ഓറിൽ നിന്ന് എന്ത് റിമൂവ് ചെയ്യുന്നു, ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നു. സോ അതിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലെവിഗേഷൻ. ലെവിഗേഷൻ ഈസ് അതർവൈസ് കോൾഡ് ഹൈഡ്രോളിക് വാഷിംഗ്. ലെവിഗേഷന് പറയുന്ന മറ്റൊരു പേരാണെന്ന് പറയുന്നത് ലെവിഗേഷൻ. അപ്പം നമുക്ക് ലെവിഗേഷൻ എപ്പോഴാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക്. ഹൈഡ്രോളിക് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ, ഹൈഡ്രോളിക് എന്ന് പറയുന്നത് എന്താണ്, വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം ആണെന്ന് പറയുന്നത് ഹൈഡ്രോളിക് എന്ന് പറയുന്നത്, അല്ലേ? സോ ലെവിഗേഷൻ ഓർ അതർവൈസ് കോൾഡ് ഹൈഡ്രോളിക് വാഷിംഗ്. ഹൈഡ്രോളിക് വാഷിംഗ് എന്നാണ് ഇതിന് മറ്റൊരു പേരെന്ന് പറയുന്നത്, ഹൈഡ്രോളിക് വാഷിംഗ്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ജലപ്രവാഹത്തിൽ കഴുകുക എന്ന് പറയും. ഓക്കെ, സോ ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. അപ്പം എങ്ങനെയുള്ള ഓസിനെയാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസിനെയാണ് നമ്മൾ ഈ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വെൻ ദ ഇമ്പ്യൂരിറ്റീസ് ആർ ലൈറ്റർ, ഇമ്പ്യൂരിറ്റീസ് ലൈറ്റർ ആവുക എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ എമൗണ്ട്, ഇമ്പ്യൂരിറ്റീസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറഞ്ഞു വരികയും ലൈക്ക് ദാറ്റ്. ആൻഡ് ദ ഓർ പാർട്ടിക്കിൾസ് ആർ ഹെവിയർ.
ഓർ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. മനസ്സിലായോ? അപ്പം നിങ്ങൾ ആ ഫാക്റ്റ് മനസ്സിലാക്കുക. ദ ഫസ്റ്റ് വൺ ഇസ് ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ് നമ്മൾ എപ്പോഴാണ്? വെൻ വി അഡോപ്റ്റ് ദ ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. ഓക്കെ, സോ വെൻ ദ ഇംപ്യൂരിറ്റീസ് ആർ ലൈറ്റർ, ഇവിടുത്തെ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഹിയർ? ഇംപ്യൂരിറ്റീസ് അല്ലേ, വേസ്റ്റ് അല്ലെങ്കിൽ ഗ്യാങ്. ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത് ലൈറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസ് കുറവളവിലായിരിക്കണം ഉണ്ടാവുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓറിൽ ഇംപ്യൂരിറ്റീസ് ലൈറ്റർ ആയിട്ടുള്ളൊരു എമൗണ്ടിലും, ലൈക്ക് ദാറ്റ് എന്താണ് പാർട്ടിക്കിൾസ് ലൈറ്റർ ആൻഡ് ദ ഓർ പാർട്ടിക്കിൾസ് ആർ ഹെവിയർ. ഇവിടെ ഓർ പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കണം? ഹെവിയറും ആയിരിക്കണം. ഓർ പാർട്ടിക്കിൾസ് ആർ ഹെവിയർ. Okay, so this is the condition. Okay, the impurities are lighter and the ore particles are heavier. Impurities കുറഞ്ഞ അളവിലും ഓർ പാർട്ടിക്കിൾസ് കൂടുതൽ അളവിലുമാണ് ഒരു ഓറിലുള്ളതെന്നുണ്ടെങ്കിൽ which method we adopt? We adopt levication or hydraulic washing. ഇവിടെ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വാട്ടറിൽ ഇതിനെ ഒന്ന് എന്ത് ചെയ്യുന്നു? വാഷ് ചെയ്യുന്നു. അത്രയും ഒരു പ്രോസസ്സേ ഇവിടെ നടക്കുന്നുള്ളൂ. ഈ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്ന മെത്തേഡിൽ നടക്കുന്നുള്ളൂ അല്ലേ. സോ വാട്ട് ഈസ് ദ കണ്ടീഷൻ? ഇംപ്യൂരിറ്റീസ് ലൈറ്റർ, ഓർ പാർട്ടിക്കിൾസ് ഹെവിയർ. ദ ലൈറ്റർ ഇംപ്യൂരിറ്റീസ് ആർ റിമൂവ്ഡ് ബൈ വാഷിംഗ് ഇൻ എ കറണ്ട് ഓഫ് വാട്ടർ. ഇവിടെ എന്താണ്? വാട്ടറിൻ്റെ ഫ്ലോയിൽ അല്ലെങ്കിൽ വാട്ടർ കറണ്ടിൽ വാട്ടറിൻ്റെ ഒരു ശക്തിയിൽ എന്ത് ചെയ്യും? അവിടുത്തെ ഇംപ്യൂരിറ്റീസ് അങ്ങ് റിമൂവ് ആയിക്കോളും. അപ്പം നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് യു ക്യാൻ സീ എ പിക്ചർ റിലേറ്റഡ് ടു ദാറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾ ആ പിക്ചർ നോക്കുക എന്താണെന്നുള്ളത് അതിനകത്തുള്ളത്. So what is the condition for levication or hydraulic washing? Impurities are lighter, or particles are heavier. Impurities അതിലുള്ള വേസ്റ്റ് അല്ലെങ്കിൽ ഗ്യാങ് എന്ന് പറയുന്നത് ചെറിയ എമൗണ്ടിലും ഓർ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഹെവിയറും ആയിരിക്കണം. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്ന മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് എന്ത് ചെയ്യുന്നു ഇവിടെ? ദ ലൈറ്റർ ഇംപ്യൂരിറ്റീസ്, അതിലുള്ള ആ ഇംപ്യൂരിറ്റീസ് ഉണ്ടല്ലോ, ലൈറ്റർ ഇംപ്യൂരിറ്റീസ് ആണല്ലേ, വളരെ ചെറിയ എമൗണ്ട് ഇംപ്യൂരിറ്റീസ് മാത്രമേ അവിടെ ഉള്ളൂ. ദർ ഈസ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഇംപ്യൂരിറ്റീസ് പ്രസൻറ്റ് ദെയർ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ലൈറ്റർ ഇംപ്യൂരിറ്റീസ് എന്ത് ചെയ്യും? ആ വാട്ടറിൻ്റെ ഫ്ലോയിൽ എന്ത് ചെയ്യും? അതങ്ങ് റിമൂവ് ആയിക്കോളും. നമ്മൾ വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് അതിലേക്ക് ഫ്ലോ ചെയ്യിപ്പിക്കുമ്പോൾ ആ ഇംപ്യൂരിറ്റീസ്, ആ ലൈറ്റർ ഇംപ്യൂരിറ്റീസ് എന്ത് ചെയ്തോളും? ആ ലൈറ്റർ ഇംപ്യൂരിറ്റീസ് അങ്ങ് റിമൂവ് ആയിക്കോളും. സോ ഇൻ സച്ച് സിറ്റുവേഷൻ ഓർ ഇൻ ദ സച്ച് കണ്ടീഷൻ വി സെലക്ട് ദ ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്നൊരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദ എക്സാമ്പിൾ, ദ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സൈഡ് ഓക്സൈഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്സൈഡ് ഓറുകളുടെ കോൺസെൻട്രേഷന് നമ്മൾ ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓസ് ഓഫ് ദ ഗോൾഡിൻ്റെ ഓറൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദ ഫസ്റ്റ് മെത്തേഡ് ഈസ് ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. ഓക്കെ, ആ ഒരു മെത്തേഡാണ്. അപ്പോൾ എന്തായിരിക്കണം അവിടെ? ഇംപ്യൂരിറ്റീസ് ആർ ലൈറ്റർ and the ore particles are heavier. Then we adopt which method? When we adopt levication or hydraulic washing. Then we are going to learn about the second method, froth flotation. Okay, froth flotation. What is the second method? The second method is the froth flotation. Froth എന്ന് പറയുന്നത് സംതിങ് എന്താണ്? പത എന്നുള്ള മീനിങ് ആണ് ഫ്രോത്തിനുള്ളത്. ഓക്കെ, സോ ദ സെക്കൻഡ് മെത്തേഡ് ഈസ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. എന്താണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്? ദിസ് പ്രോസസ് ഈസ് യൂസ്ഡ് when the impurities are heavier and the ore particles are lighter. അപ്പോൾ നേരത്തെ പറഞ്ഞ മെത്തേഡിന് ഓപ്പോസിറ്റ് ഒരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. ഇൻ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ് ദ ഇംപ്യൂരിറ്റീസ് ആർ ഹെവിയർ. നമ്മൾ മറ്റടുത്ത് പറഞ്ഞ ഇംപ്യൂരിറ്റീസ് എങ്ങനെയായിരിക്കും? ലൈറ്റർ ആയിരിക്കും, കുറച്ച് എമൗണ്ടേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞു. ഹിയർ ദ ഇംപ്യൂരിറ്റീസ് ആർ ഹെവിയർ. നിങ്ങൾ ആ കണ്ടീഷൻസ് നോക്കുക. ഓക്കെ, ദ കണ്ടീഷൻ ഈസ് ഇംപ്യൂരിറ്റീസ് ആർ ഹെവിയർ ആൻഡ് ദ ഓർ പാർട്ടിക്കിൾസ്. അപ്പോൾ ഓർ പാർട്ടിക്കിൾസ് എന്തായിരിക്കും? ഓർ പാർട്ടിക്കിൾസ് അവിടെ കുറച്ച് എമൗണ്ടേ കാണത്തുള്ളൂ. ഓർ പാർട്ടിക്കിൾസ് ആർ ലൈറ്റർ. സോ ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഹെവിയർ ആയിരിക്കും, ഓർ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ലൈറ്റർ ആയിരിക്കും. ഇൻ ദിസ് കണ്ടീഷൻ വി അഡോപ്റ്റ് ദ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്. ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ the process is used when the impurities are heavier and the ore particles are
ഇമ്പ്യൂരിറ്റീസ് എങ്ങനെയായിരിക്കും? ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഹെവിയർ ആയിരിക്കും, ഓർ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലൈറ്റർ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇൻ പേജ് നമ്പർ 64 യു ക്യാൻ സീ ദ ഫിഗർ 4.2 റിലേറ്റഡ് ടു ദിസ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്ത് ഫ്ലോട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പിക്ചർ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ എന്താണ് നമ്മൾ എടുക്കുന്നത്? ഓറ്, നമ്മൾ ഏത് ഓറാണോ അത് എടുക്കും. ഓറ് പ്ലസ് പൈൻ ഓയിൽ പ്ലസ് വാട്ടർ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോർ ദിസ് പ്രോസസ് വി സെലക്ട് ഓറ്. നമുക്ക് ഏതാണോ നമ്മൾ പിന്നെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യേണ്ട ഓറ് അതെടുക്കും. ഓക്കെ, ദെൻ വി ടേക്ക് പൈൻ ഓയിൽ എടുക്കും, ദെൻ വാട്ടർ. സോ ദീസ് ആർ ദ മിക്സ്ചേഴ്സ് ഫോർ ദിസ് എക്സ്പെരിമെൻറ്റ്. അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഓറ് അല്ലേ, നമുക്ക് പ്യൂരിഫൈ ചെയ്യേണ്ട ഓറ്, ദെൻ പൈൻ ഓയിൽ പ്ലസ് വാട്ടർ. ഓക്കെ, ആ ഒരു മിക്സ്ചറാണ് നമ്മളവിടെ എടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിൽ കൂടെ എയർ പാസ് ചെയ്യുന്നു അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് എയർ പാസ് ചെയ്യും. നിങ്ങൾ ആ ഒരു സെറ്റപ്പ് നോക്കുക. ആ ഫിഗർ 4.2 ആ ഒരു സെറ്റപ്പ് ഉണ്ട്, അത് നോക്കുക. അപ്പോൾ നമ്മൾ വാട്ട് മിക്സ്ചർ വി ടേക്ക് ഹിയർ, എന്തൊരു മിക്സ്ചറാണ് നമ്മൾ എടുക്കുന്നത്? ഏതൊക്കെയായിരുന്നു? ഓയിൽ, പൈൻ ഓയിൽ, വാട്ടർ, പിന്നെന്തായിരുന്നു? പൈൻ ഓയിൽ, വാട്ടർ, ഓർ. അതിൻ്റെ ആ ഒരു മിക്സ്ചർ എടുത്തിട്ട് നമ്മൾ എയർ പാസ് ചെയ്യും. വി പാസസ് എയർ ത്രൂ ദിസ് ആ ഒരു സെറ്റപ്പിലൂടെ നമ്മൾ എന്ത് പാസ് ചെയ്യുന്നു? എയർ പാസ് ചെയ്യുമ്പം അവിടെ എന്ത് ഫോം ചെയ്യും? ദർ ഫോംസ് ദ ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പത. അവിടെ പത ഫോം ചെയ്യും. ആ പതയിൽ എന്തുണ്ടാവും? പതയിൽ അവിടെ എന്തുണ്ടാവും? ആ ഒരു പിന്നെ ഓഴ്സിൻ്റെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും അല്ലേ. ആ പതയിൽ എന്തുണ്ടാവും? അവിടെ ഇമ്പ്യൂരിറ്റീസ്. ആ പതയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഓറിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഫ്രം ദ ഫ്രോത്ത് വി ക്യാൻ റിമൂവ് ഓർ വി ക്യാൻ എക്സ്ട്രാക്ട് ദ ഓർ. ആ പതയിൽ എന്തുണ്ടാവും? ആ ഓർ ഉണ്ടാവും. അപ്പോൾ ആ ഓറിനെ നമുക്ക് അങ്ങനെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രോസസ്. അപ്പോൾ നിങ്ങൾ ആ സെറ്റപ്പ് എന്താണെന്ന് നോക്കുക. അത് എക്സാമിന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണ്ട. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് യു ഹാവ് ടു ലേൺ ദിസ് കണ്ടീഷൻസ്. ഓക്കെ, സോ ദ ഇമ്പ്യൂരിറ്റീസ് ആർ ഹെവിയർ ഓർ പാർട്ടിക്കിൾസ് ആർ ലൈറ്റർ. ഇമ്പ്യൂരിറ്റീസ് ഹെവിയർ ആയിരിക്കുക, ഓർ പാർട്ടിക്കിൾസ് ലൈറ്റർ ആയിരിക്കുക. ആ ഒരു കണ്ടീഷൻസിലാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഫോർ ദ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വിച്ച് മിക്സ്ചർ വി ടേക്ക് ഓയിൽ, പൈൻ ഓയിൽ, ദെൻ വാട്ടർ പ്ലസ് ഓർ. അതിൻ്റെ ഒരു മിക്സ്ചർ എടുക്കുന്നു, എയർ പാസ് ചെയ്യുന്നു, അപ്പോൾ ഫ്രോത്ത് ഫോം ചെയ്യുന്നു. ആ ഫ്രോത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫ്രോത്തിൽ നമുക്ക് ഓറിനെ റിമൂവ് ചെയ്യാൻ പറ്റും. സോ ദിസ് പ്രൊസീജിയർ വി ടേക്ക് ഇൻ ദ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്. ഓക്കെ, അതിനപ്പോൾ ഏതൊക്കെ ഓഴ്സിനാണ് എക്സാമ്പിൾ? ഏതൊക്കെയാണ്? സൾഫൈഡ് ഓഴ്സ് ആർ യൂഷ്വലി കോൺസെൻട്രേറ്റഡ് ബൈ ദിസ് മെത്തേഡ്. ഫോർ വാട്ട് ഈസ് ദ എക്സാമ്പിൾ? അല്ലെങ്കിൽ ഏത് ഓഴ്സിനാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്? ഫോർ ദ സൾഫൈഡ് ഓഴ്സ് അല്ലേ. മറ്റേ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഓക്സൈഡിൻ്റെ ഓഴ്സിനാണ് നമ്മൾ ആ ഒരു മെത്തേഡ് സെലക്ട് ചെയ്യുന്നത്. ദ സെക്കൻഡ് വൺ ഈസ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. സോ വാട്ട് ഈസ് ദ എക്സാമ്പിൾ ഫോർ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ? അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ഏത് ഓറിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്? സൾഫൈഡ് ഓഴ്സിൻ്റെ അല്ലേ. എക്സാമ്പിൾ സൾഫൈഡ് ഓഴ്സ്. ഫസ്റ്റ് വൺ ഏതായിരുന്നു? ഓക്സൈഡ് ഓഴ്സ്, സൾഫൈഡ് ഓഴ്സ്. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ തേർഡ് പ്രോസസ്സ് നമുക്ക് നോക്കാം. ദ തേർഡ് പ്രോസസ് ഈസ് മാഗ്നറ്റിക് സെപ്പറേഷൻ. സോ വാട്ട് ഈസ് ദ തേർഡ് മെത്തേഡ്? The third method is magnetic separation. നമുക്ക് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് കേൾക്കുമ്പോഴേ അറിയാം അല്ലേ. മാഗ്നറ്റിക് ക്യാരക്ടേഴ്സ് ഉള്ള ഇതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷനിലൂടെ എന്ത് ചെയ്യുന്നത്? നമ്മൾ അങ്ങനെയുള്ള ഓഴ്സിനാണ് നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഓഴ്സിനാണ് നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷൻ സെലക്ട് ചെയ്യുന്നത് അല്ലേ. If either the ore or the impurities has magnetic nature, concentration is done by this method. അതായത് ഓറിനോ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസിനോ മാഗ്നറ്റിക് നേച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് സെലക്ട് ചെയ്യുന്നു? മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്ന മെത്തേഡ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് ഏതിനൊക്കെയാണ്? മാഗ്നറ്റൈറ്റ്, അയൺ. അതായത് എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഏതൊരു ഓറിനും അല്ലെങ്കിൽ ഏതൊരു ഇമ്പ്യൂരിറ്റീസിനും നമ്മൾ ഏത് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് സെപ്പറേഷൻ. ഓക്കെ, സോ ദ കോൺസെൻട്രേഷൻ ഓഫ് മാഗ്നറ്റൈറ്റ് or of iron and also the separate iron, tungsten, the magnetic impurities from the stone and non-magnetic or of tin.
അപ്പോൾ അത് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുക. അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഇമ്പ്യൂരിറ്റി ആയാലും ഓർ ആയാലും നമ്മൾ ഏത് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നു? മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്ന മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ എന്താണ് ഹിയർ സെപ്പറേറ്റ് എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതിനാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാഗ്നറ്റിക് റോളർ എന്ന് പറയുന്നൊരു ഡിവൈസാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് ഹിയർ വി യൂസസ് ദ മാഗ്നറ്റിക് റോളർ. അപ്പം നോൺ മാഗ്നറ്റിക് മാഗ്നറ്റിക് കമ്പോണൻറ്റും എന്തായിട്ട് മാറും? സെപ്പറേറ്റഡ് ആവും. നോൺ മാഗ്നറ്റിക് കമ്പോണൻറ്റ് ആൻഡ് മാഗ്നറ്റിക് കമ്പോണൻറ്റ് സെപ്പറേറ്റഡ് ഇൻ ദ മാഗ്നറ്റിക് റോളർ. അപ്പം നമ്മൾ അതിലേക്കൂടെ മാഗ്നറ്റിക് റോളറിൽ കൂടെയാണ് നമ്മൾ ഈ ഓറിനെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതും മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാത്തത് രണ്ടും എന്ത് ചെയ്യും? സെപ്പറേറ്റഡ് ആവും. So here we uses the magnetic roller for the magnetic separation. Magnetic property ഉള്ളതിനാണ് നമ്മൾ magnetic separation യൂസ് ചെയ്യുന്നത്. And the fourth process, leaching. The fourth process is leaching. അപ്പോൾ ലീച്ചിങ്ങിൽ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം. The fourth method is leaching. ലീച്ചിങ്ങിൻ്റെ കണ്ടീഷൻ എന്താണ്? On adding the ore to a suitable solution. ഒരു സൊല്യൂഷനിലെ നമ്മളൊരു സൊല്യൂഷൻ എടുക്കുന്നു, അതിലേക്ക് എന്ത് ആഡ് ചെയ്യുന്നു? ഓറ് നമ്മൾ ആഡ് ചെയ്യുന്നു. ആൻഡ് എ കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ആൻഡ് ദ ഓർ ഡിസോൾവ് ഇറ്റ്. അപ്പം നമ്മൾ ഈ ഓറ് എന്താ ചെയ്യുന്നത്? ഓറെന്ന് പറയുന്ന ഒരു സ്യൂട്ടബിൾ സൊല്യൂഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു സ്യൂട്ടബിൾ സൊല്യൂഷൻ എടുക്കുന്നു, നമ്മൾ അതിലേക്ക് ഓർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്ത് നടക്കും? അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും അല്ലേ. സോ ദെയർ ടേക്സ് പ്ലേസ് എ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് എന്താണ്? വാട്ട് ഇസ് ദ റിസൾട്ട് ദെയർ? എന്താണ് അവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത്? ദ ഓർ ഡിസോൾവ്സ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഓർ ഡിസോൾവ് ആവുന്നു അല്ലേ. ഓർ ഡിസോൾവ്സ്. So we select a suitable solution and we add the ore in it. നമ്മളൊരു സ്യൂട്ടബിൾ സൊല്യൂഷൻ എടുക്കുന്നു, അതിലേക്ക് നമ്മൾ ഓർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യും? അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. സോ ദ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ദ ഓർ ഡിസോൾവ്. ഓർ എന്ത് ചെയ്യും? അതിൽ ലയിക്കും, ഓർ ഡിസോൾവ് ആവും. ആൻഡ് ദ ഇൻസോൾബിൾ ഇമ്പ്യൂരിറ്റീസ് ആർ ഫിൽറ്റേർഡ് ഓഫ്. പിന്നീട് അതിനകത്ത് എന്താ ഉള്ളത്? ഇൻസോൾബിൾ ആയിട്ടുള്ള, അതിനകത്ത് ലയിക്കാത്ത ഇമ്പ്യൂരിറ്റീസ് കാണും. ഓർ അതിലങ്ങ് ഡിസോൾവ് ആയി. ഓർ അതിലെന്ത് ചെയ്യും? അടിയും. ഓർ അതിൽ അടിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫിൽറ്റർ ചെയ്ത് നമുക്ക് അരിച്ച് മാറ്റാൻ പറ്റും. So that is the process procedure that we done in the leaching process. ആ ഒരു പ്രൊസീജിയറാണ് നമ്മൾ ലീച്ചിങ് പ്രോസസ്സിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. The pure ore is separated from the filtrate by a chemical reaction. അപ്പം നമുക്ക് ആ പ്യുവർ അടിയിൽ അടിഞ്ഞില്ലേ, ആ ഓർ അടിയിൽ അടിഞ്ഞു. അപ്പോൾ ആ ഓറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ മെത്തേഡ്സിലൂടെ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഫിൽട്രേഷൻ പ്രോസസ്സിലൂടെ നമുക്ക് അതിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. So bauxite, the ore of aluminum is concentrated by this method. It is very important method. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന ഒരു മെത്തേഡാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ വാട്ട് ഈസ് ദ എക്സാമ്പിൾ? ബോക്സൈറ്റിൻ്റെ അലൂമിനിയത്തിൻ്റെ ഓറായിട്ടുള്ള ബോക്സൈറ്റ് ഈ ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. So in page number 65 you can see a table related to that. Okay. ആ ഒരു നിങ്ങൾ ഇത്രയും പഠിച്ച ആ പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു ടേബിളുണ്ട്. ഇപ്പം നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഓർ എന്ന് പറയുമ്പോൾ ഹൈ ഡെൻസിറ്റി, പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇമ്പ്യൂരിറ്റീസ് പ്രസൻറ്റ് ഇൻ ദ എയർ ലോ ഡെൻസിറ്റി, വിച്ച് മെത്തേഡ് വി അഡോപ്റ്റ്? ലെവിഗേഷൻ. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ ആ ഒരു ടേബിൾ ഫോമാറ്റിൽ നിങ്ങൾ എഴുതണം. ഓക്കെ. So you want to write this in the table format. In page number 65 you can see table 4.2. Table 4.2 നിങ്ങൾ ഫിൽ ചെയ്യുക. മാഗ്നറ്റിക് നേച്ചർ ആണെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ. ദെൻ ലൈറ്റർ സൾഫൈഡ് ഹൗസിന് നമ്മൾ ഏതായിരുന്നു നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ദെൻ അലൂമിനിയം, നമ്മൾ ബോക്സൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഏതായിരുന്നു? ലീച്ചിങ്. ഓക്കെ. So in this class we have discussed about 4 methods of concentration. 4 methods we adopt in the concentration of the ores. Oresന്റെ കോൺസെൻട്രേഷനിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന 4 മെത്തേഡ്സ് ആണ് പറഞ്ഞത്. The first one is levitation or hydraulic washing. Then the second one is froth flotation. The third one is magnetic separation. And the fourth one is the leaching. അപ്പോൾ ലീച്ചിങ് ബോക്സൈറ്റിൻ്റെയൊക്കെ സെപ്പറേഷൻ, നമ്മൾ അലൂമിനിയത്തിൻ്റെ ഓറായ ബോക്സൈറ്റിൻ്റെ സെപ്പറേഷൻ ഈ ഒരു മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഡിസ്കസ്ഡ് അബൌട്ട് ദ എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ. അപ്പോൾ ഈ നമ്മൾ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണം? നമുക്കതിൽ നിന്ന് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യണ്ടേ? ഓറിനെ നമ്മൾ എന്ത് ചെയ്തു? ഓറിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നിന്ന് പിന്നെ നമുക്ക് രണ്ടാമത്തേതിൽ എന്താ ചെയ്യേണ്ടത്? മെറ്റലിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. നമുക്ക് മെറ്റലല്ലേ വേണ്ടത്. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് we will learn about the extraction of metal from the concentrated ore. Now we can wind up. Thank you. Assalamu alaikum.